ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. ഹലോ മക്കളെ, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഫീൽ എക്സാമിനേഷനെ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒരു കവിതയാണ് കബ് തക്ക്, എത്ര കാലം വരെ എന്നത്. വന്ദന ടേറ്റയുടെ ഒരു കുഞ്ഞു കവിതയാണ്. ഈ കവിതയിൽ ഏത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ കവിതയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, അതിന്റെ മെസ്സേജ്, അതിന്റെ സന്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ 9th ക്ലാസ്സിൻ്റെ എൻഡ് ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ 15% ഓഫറോട് കൂടി നിങ്ങൾക്ക് 1699 രൂപയ്ക്ക് നിങ്ങൾക്ക് എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യാം, ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരു വർഷം മുഴുവൻ നമ്മൾ പഠിക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അതിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡ് സെക്ഷൻ ഉണ്ടാവും, പിന്നെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, PYQ ഡിസ്കഷൻ ഉണ്ടാവും, പിന്നെ പോൾ അറ്റാക്ക് ഉണ്ടാവും, ഡൗട്ട് സെഷൻ ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും. ഇവയെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ അവസരമാണ്. 12-ാം തീയതി വരെ മാത്രമേ നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കളൊക്കെ അറിയിക്കുക, ജോയിൻ ചെയ്യുക. 9th സ്റ്റാൻഡേർഡ് ഗംഭീരമായിട്ട് നമുക്ക് റിവിഷനോടുകൂടി പഠിച്ച് ഗംഭീരമാക്കി ഫുൾ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വന്ദന ടേറ്റെ എന്നിവരുടെ കബ് തക്ക് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമ്മളിപ്പോൾ റെഡിയല്ലേ? നോക്കൂ. അതായത് ഇങ്ങനെയാണ്, കവിത ക ആശയിലേക്ക് എന്ന് നിങ്ങളോട് കബ് തക്ക് എന്ന കവിതയിലെ കവിത നിങ്ങൾ വായിച്ചു കാണും. ആ കവിതയിലെ ആശയം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളൂ മക്കളെ. ശ്രീമതി വന്ദന ടേറ്റയുടെ സുന്ദർ കവിത ഹേ കബ് തക്ക്, ഏറ്റവും മനോഹരമായ കവിതയാണ് കബ് തക്ക് എന്നുള്ളത്. ഓക്കെ, കവിത നിങ്ങൾ ആദ്യം നന്നായി വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കവിത വായിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേ വരാൻ. ഓക്കെ, ഈസ്മൈൻ കവയത്രി കാഥേ, ഇതിൽ കവയത്രി പറയുന്നു കി എന്തെന്നാൽ ഹമാരി പഹച്ചാൻ കിലി, നാം ആരാണെന്നും നമ്മളെ കഴിവെന്താണെന്നും നമ്മളെ പ്രത്യേകത എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹം ദൂസറോം കി പ്രതീക്ഷ മത് കർണ, നാം മറ്റുള്ളവരെ ആശ്രയിക്കരുത്. ഞാൻ എന്താണ്, എൻ്റെ കഴിവ് എന്താണ്, എനിക്ക് എന്തൊക്കെ ആയി തീരാൻ പറ്റുമെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കരുത്. കൊയ് അവതാരം ആനയ്ക്ക് പ്രതീക്ഷ അന്നകരെ, നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും അവതാരങ്ങൾ വന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അവതാരം ആനയ്ക്ക് പ്രതീക്ഷ അന്നകരെ, ഏതെങ്കിലും അവതാരങ്ങൾ വന്ന് ശരിയാക്കി തരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തേണ്ടതില്ല. വ വ്യർത്ഥഹേ, അത് വ്യർത്ഥമാണ്, വെറുതെയാണ്, ശൂന്യമാണ്, ഇല്ലാത്തതാണ്. ഹമാരെ കഹാനി, നമ്മുടെ കഥയും, ഓർ ഹമാരെ ഇതിഹാസ്, നമ്മുടെ ചരിത്രവും, ഹം ഹീലിക്ക്, നമ്മൾ തന്നെ എഴുതണം, നാം ചരിത്രം സൃഷ്ടിക്കണം എന്നുള്ളതാണ് കവയത്രി പറയുന്നത്. ഹമാരെ ഉദ്ധാർക്കിലെ, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ ഡെവലപ്മെന്റിന് വേണ്ടി, കൊയ് നഹി പൗഞ്ചേക, ആരും വരികയില്ല, നിങ്ങളെ ഉയർത്താൻ ആരും വരികയില്ല. ഹം അപ്പനെ പൈർ പർ ഖടേ രഹേ, നാം നമ്മുടെ പൈർ പർ, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നമ്മൾ ഉയർന്നു വരണം. ഓക്കെ, ഹം അപ്പനെ ആത്മസമ്മാൻ കെ ബൽ പർ ജിയേ, ഹം നമ്മൾ അപ്പനെ നമ്മളുടെ ആത്മസമ്മാൻ കെ, ആത്മാഭിമാനത്തിന്റെ ബലത്തിൽ ജീവിക്കണം. കോൺഫിഡൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം. സബി മുസീബത്തെ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. ആ സമയത്ത് സബി എല്ലാ തരത്തിലുള്ള മുസീബത്വവും, എല്ലാ പ്രയാസങ്ങളെയും, മുസീബത്വവും ബുദ്ധിമുട്ടുകളെയും സാമ്ന കർണ എന്ന് പറഞ്ഞാൽ മുൻപിൽ ചെയ്യുക എന്നല്ല, എതിരിടുക, ഫൈറ്റ് ചെയ്തുകൊണ്ട് ഹം വിജയ് പായെങ്കിൽ, അതായത് വിജയം ആരാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ വിജയത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മുൻപിൽ വന്നിരിക്കും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തരിച്ചു നിന്ന് പോവുകയോ പേടിച്ച് തിരിഞ്ഞു ഓടുകയോ ചെയ്യരുത്. അതിനെ നമ്മൾ എതിരിട്ടുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകണം. അതിനാരും നമ്മളെ സഹായിക്കാൻ വരില്ല, നമ്മൾ തന്നെ, മറ്റൊരു പ്രവാചകൻ വരില്ല, നമ്മൾ തന്നെ നമ്മൾ സ്വന്തം കാലിൽ ആത്മവിശ്വാസത്തോടെ പൊരുതി മുന്നോട്ട് പോകണം. അങ്ങനെ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയുള്ളൂ എന്ന് കവയിത്രി പറയുന്നു. ഹം കർക്കെ ഹം വിജയ് പായെങ്കിൽ സമയ് ബദൽ ചുക്കാഹെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, കാലം മാറിയിരിക്കുന്നു. സമയ് ബദൽ ചുക്കാഹെ, കാലം മാറിയിരിക്കുന്നു. ഇസ്ലിയെ ഹം, അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ബദൽന ജറൂരി ഹെ, നമ്മൾ സ്വയം ഒന്ന് മാറേണ്ടത് അത്യാവശ്യമാണ് എന്നാണ്. ബദന എന്നാണ് ഇവിടെ, ബദൽന ഇതിൻ്റെ ഇടയിൽ ഒരു ല എന്ന് പറയുന്ന അക്ഷരം വരണം. ഓക്കെ അല്ലേ, ബദൽന അല്ലേ, ഈ ഒരു അക്ഷരം നമുക്ക് വേണം. ഓക്കെ, ബദൽന ഇവിടെ ബദൽന ജറൂരി ഹെ. ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറും ഈ കവിതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, ഇത് നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കുക, മറ്റെല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഗംഭീരമായിട്ട് പഠിക്കുക. നമ്മൾ ലൈവ് ക്ലാസ്സുകളും എല്ലാം ഗംഭീരമായി കാണുക, നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, ബൈ.